സിനിമ സീരിയൽ നടി മഞ്ജു പത്രോസിന് ഇന്ന് തൻ്റേതായ സ്ഥാനമുണ്ട്. വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യം മഞ്ജു പത്രോസ് പ്രേക്ഷക ശ്രദ്ധ നേടുന്നത്. പിന്നീട് മറിമായം പോലുള്ള ഷോകളിൽ അവസരം ലഭിച്ചു. സിനിമകളിലും സാന്നിധ്യം അറിയിച്ചു. മഞ്ജു പത്രോസിൻ്റെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരാറുണ്ട്. താൻ വിവാഹമോചിതയല്ലെന്ന് ഒന്നിലേറെ തവണ നടി വ്യക്തമാക്കിയതാണ്. ഭർത്താവ് സുനിച്ചൻ ഷാർജയിലാണ്. ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിലുണ്ടാകുന്ന ചെറിയ വഴക്കുകളുണ്ടെന്ന് ഒരിക്കൽ മഞ്ജു പത്രോസ് വ്യക്തമാക്കി. ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയവരെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ മഞ്ജു പത്രോസ്. കൈരളി ടിവിയിലാണ് നടി മനസ്സ് തുറന്നത്. ജീവിതത്തിൽ പലരെയും ഒഴിവാക്കിയ തീരുമാനങ്ങളെല്ലാം എൻ്റേത് തന്നെയാണ്. ആരെയും ആശ്രയിക്കില്ല. അങ്ങനെ ഒരാളെ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഒഴിവാക്കില്ല. പരമാവധി ശ്രമിക്കും. പിന്നീടൊക്കെ ആ തലത്തിലേക്ക് പോകും. അതൊക്കെ എൻ്റെ മാത്രം തീരുമാനമാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാൻ പറ്റൂ എന്ന ചൊല്ലുണ്ട്. എൻ്റെ മാത്രം അനുഭവവും എൻ്റെ മാത്രവും സങ്കടവുമാണെന്നും മഞ്ജു പത്രോസ് പറയുന്നു. താൻ ഒരിക്കലും അഹങ്കാരം കാണിക്കാത്തതിനെക്കുറിച്ചും മഞ്ജു പത്രോസ് സംസാരിച്ചു. ഞാൻ ഭയങ്കരമാണെന്ന ചിന്തയിൽ ആർട്ടിസ്റ്റുകൾക്ക് 2 കൊമ്പ് മുളയ്ക്കും. കാൽ ഭൂമിയിൽ നിന്നും പൊങ്ങും. കാരണം നമ്മൾ സൂപ്പറാണെന്ന് നമ്മുടെ ചുറ്റിലുമുള്ളവരൊക്കെ പറയുന്നു. സെൽഫി എടുത്തോട്ടെ, സൂപ്പറാണ്, എന്ത് രസമാണെന്നൊക്കെ പറയും. അതവരുടെ നല്ല മനസ്സുകൊണ്ട് പറയുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തിരി പൊങ്ങുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഭൂമിയിൽ ചവിട്ടണം. കാരണം നമ്മളിവിടെ അത്യാവശ്യമല്ല. മഞ്ജു പത്രോസ് പോയാൽ വേറൊരു മഞ്ജു പത്രോസ് വരും. എനിക്ക് മാത്രമാണ് ഈ തൊഴിൽ വേണ്ടത്. നമ്മളിവിടുത്തെ കൂലിപ്പണിക്കാരാണ്. അതെപ്പോഴും ചിന്തിക്കണമെന്നും മഞ്ജു പത്രോസ് പറയുന്നു. സഹപ്രവർത്തകരോടും ആരാധകരോടും നല്ല രീതിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചും മഞ്ജു പത്രോസ് സംസാരിച്ചു. എൻ്റെ അപ്പനെയും അമ്മച്ചിയെയും എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ മകൻ നാളെ ഇങ്ങനെയൊരു തൊഴിലിടത്തിലാണ് പോകുന്നതെങ്കിൽ അവനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ എനിക്ക് സഹിക്കുമോ? ഞാൻ അതാണ് ചിന്തിക്കുന്നത്. അവരോട് ഒരു ആർട്ടിസ്റ്റ് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാലോ? എൻ്റെ ഒരാളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറില്ലല്ലോ. അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമൻറ്റുകളെക്കുറിച്ചും മഞ്ജു പത്രോസ് സംസാരിച്ചു. ആദ്യകാലത്ത് ഞാൻ എല്ലാത്തിനും മറുപടി നൽകുമായിരുന്നു. സങ്കടം വരും. ഇപ്പോൾ അതിനെ ശ്രദ്ധിക്കാറേയില്ല. നെഗറ്റീവ് കമൻസ് വന്നില്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് തോന്നുമെന്നും മഞ്ജു പത്രോസ് പറയുന്നു. ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായ ശേഷം കടുത്ത സൈബർ ആക്രമണം മഞ്ജു പത്രോസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് നടിയെ മാനസികമായി ഏറെയും ബാധിച്ചിരുന്നു.